നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയിലെ കനത്ത പരാജയത്തിൽ നിന്ന് മുക്തരായി FC ബാഴ്സലോണ വിജയവഴിയിൽ തിരികെ എത്തിയിരിക്കുന്നു. കൊപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 അവർ 3-1 യൂണിനിസ്റ്റാസ് സലബാങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. തേർഡ് ഡിവിഷൻ ടീമായ യൂണിനിസ്റ്റാസിനെതിരെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ടോറസും കൂണ്ടയും ബാൽഡയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. കളിയിൽ പക്ഷെ ആദ്യം ഗോൾ അടിച്ചത് യൂണിനിസ്റ്റാസ് ആയിരുന്നു. 31-ാമത്തെ മിനിറ്റിൽ ഗോമസിലൂടെ അവർ മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ടോറസിന്റെ ഗോൾ വന്നതോടെ 1-1 സമനിലയായി. രണ്ടാം പകുതിയിൽ 69-ാമത്തെ മിനിറ്റിൽ കൂണ്ടയും 73-ാമത്തെ മിനിറ്റിൽ ബാൽഡയും ഗോൾ അടിച്ചപ്പോൾ മികച്ച വിജയം തന്നെ ഇപ്പോൾ FC ബാഴ്സലോണ സ്വന്തമാക്കി. 3-1 വിജയം സ്വന്തമാക്കി. എന്തായാലും കളിക്ക് ശേഷം ഷാവി ഹെർണാണ്ടസ് പറഞ്ഞത് യൂണിനിസ്റ്റാസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം അവരൊരു തേർഡ് ഡിവിഷൻ ടീമാണ് എന്ന തരത്തിലല്ല കളിച്ചത്, മികച്ച പ്രകടനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റൗണ്ട് ഓഫ് 16 റിസൾട്ടുകൾ സെവിയ ഗെറ്റാഫയെ 3-1 തോൽപ്പിച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ അലാവസിനെ 2-0 തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. ടെനറിഫിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചുകൊണ്ട് മയോർക്കയും ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയപ്പോൾ വലൻസിയ സെൽറ്റാ വിഗോയോട് 3-1 തോറ്റു. സെൽറ്റാ വിഗോ മുന്നോട്ട് കയറി. റയൽ സോസിഡാഡ് ഒസാസുനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കയറി. ജിറോണ 3-1 റയോ വെല്ലക്കാനോയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കയറി. ഇന്നലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെ 2-4 തോൽപ്പിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിട്ട് എന്തായാലും ക്വാർട്ടറിൽ തീവാർന്ന പോരാട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുമെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.